ഹായ് കൂട്ടുകാരെ, ഏതായാലും നമസ്കാരം. നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ തേനീച്ച വളർത്തുന്നത്, ചെറുതേനീച്ച വളർത്തുന്നത് കേട്ടാ. നമ്മളിതിപ്പോൾ കൊണ്ടുവച്ചിട്ട് ഈ കൂട് വെച്ചിട്ടൊരു 2 മാസം ആകത്തേ ഉള്ളൂ. ഇവിടെ ആയിരുന്നു അതിൻ്റെ എൻട്രൻസ് നമ്മൾ ചെയ്ത് കൊടുത്തത്. പക്ഷേ അവർ ഈ കൂട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവരിപ്പോൾ ഇതുവഴി ഇറങ്ങി കയറുന്നത്. പിന്നെ ആദ്യം ഞാൻ വിചാരിച്ചത് പോയെന്നാണ് വിചാരിച്ചത്. കുറച്ച് സമയം നോക്കിയപ്പോഴത്തേന് ഇതുവഴി ഇറങ്ങി കയറുന്നുണ്ട് അവർ. എൻട്രൻസ് അവർ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അവർ. 2 അറയുള്ള വെട്ടിയാണ്. ഇതിൻ്റെ ഹണി ചേമ്പർ ഇപ്പുറത്തും വുൾ ചേമ്പർ ഇപ്പുറത്തായിട്ട് വരും. മുട്ടയും കുഞ്ഞുങ്ങളും ഇവിടെയും തേനുമൊക്കെ ഇവിടെ നടക്കാം. അപ്പോൾ സീസൺ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് സീസൺ അവസാനം ആകുമ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇവിടെ ഒത്തിരി ഇരിപ്പുണ്ട്. എൻ്റെ വീടിൻ്റെ സൈഡിലാണ്. ഇതൊക്കെ നമ്മുടെ പഴയ കൂടുതലാണ്. ഓരോ പ്രാവശ്യവും നമ്മൾ എടുത്ത് നമ്മൾ തടിക്കൂട്ടിലോട്ട് മാറ്റിയിട്ട് വെറുതെ കാലങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കും. എടുക്കുന്ന കൂട് തന്നെ വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ കോളനികൾ വന്ന് പ്രകൃതിദത്തമായ കോളനികളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ കൂടുതൽ നിന്ന് പിരിഞ്ഞു പോകുന്ന കൂടുതൽ ഇതിലെല്ലാം കയറും. ഇങ്ങനെ എല്ലാത്തിനും ഉണ്ട് വേണ്ട. നമ്മളിതൊക്കെ എല്ലാം മാറ്റിയതാണ്. എന്നാൽ അടുത്ത സീസൺ ആകുമ്പോഴത്തേന് ഇതുപോലെ എങ്ങനെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഇത് കയറും. ഇതൊരു കൂട് നമ്മൾ തടിക്കൂടാണ്. അതിലുണ്ട്. ഇത് കണ്ട, അതൊരു കൊണ്ടുണ്ട. ഇതുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മളെ അപ്പനപ്പന്മാരൊക്കെ ഈ മൺകലങ്ങളിലാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര റിസ്ക്കാണ്. നമുക്ക് തേനെടുക്കാനും ഒക്കെ റിസ്ക്കാണ്. അങ്ങനെ അതിനുശേഷം നമ്മൾ ഈ തടി ബോക്സിലോട്ട് മാറിയിട്ടുള്ളൂ. ഇതിപ്പോൾ 14x4 സൈസ് തടി ബോക്സാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് നമ്മൾ ഇതണ്ട എൻ്റെ എൻട്രൻസിൽ ധനിച്ചിരിക്കുന്നതാണ്. ഇതുപോലത്തെ കൂടുതലാകുമ്പോൾ നമുക്ക് തേനെടുക്കാനും സെറ്റ് പിരിക്കാനൊക്കെ എളുപ്പമാണ്. ഇത് മുളം കൂടാണ് കേട്ടോ. ഇവിടെ അടപ്പില്ലാത്തതുകൊണ്ട് നമ്മളൊരു പാലൊക്കെ വെച്ച് ഇതിനെ ഫില്ല് അടച്ചിട്ട് നമ്മൾ 2 കീറിയിട്ടുണ്ട്. മാസ്കിൻ ടേപ്പ് കാണുന്നുണ്ട്. സ്വത്ത് നോക്കിയറിയാൻ പറ്റും. മാസ്കിൻ ടേപ്പ് ഇവിടെ വെച്ച് നമ്മൾ 2 കീറിയിട്ടുണ്ട് കേട്ടോ. മുള ഇല്ലി എന്നൊക്കെ പറയും ചില നാട്ടിൽ. നമ്മളായിട്ട് മുള എന്നാണ് പറയുന്നതിനെ. ഇത് കല്ലമുള എന്ന് പറയും. കല്ലമുള എന്ന് പറഞ്ഞാൽ നമ്മളെ പച്ചക്കറിയുള്ള മുള, മുള്ളുള്ള മുളയാണ്. അതിനാണ് കല്ലമുള എന്ന് പറയുന്നത്. നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ഈ സൈഡിൽ നമ്മളൊരു കുപ്പിയിൽ അടപ്പ് വെച്ചിട്ട് അടച്ചിട്ടാണ്. ഇതാണ് അവർ എൻട്രൻസ്. കാണുന്നുണ്ടല്ലോ. അങ്ങനെ ഒത്തിരി ഇരിപ്പുണ്ട്. തേൻ ആവശ്യമുണ്ടെങ്കിലും തേനീച്ച വളർത്താൻ ഇഷ്ടപ്പെടുന്നവർക്ക് തേനീച്ച കോളനിയായിട്ട് വേണമെങ്കിലും നമ്മളൊന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഏതിൻ്റെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം. ഈ വീഡിയോയുടെ അടിയിൽ അതിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയച്ചു തരാൻ പറ്റും കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലുള്ളവരൊക്കെ ആണെങ്കിൽ വന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് കൂടെ നമ്മളൊരു ഞായറാഴ്ച ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രീ ആണ്. അന്നേരം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തുറന്ന് നോക്കിയിട്ട് കോളനിയുടെ ശക്തമായ കോളനിയാണെന്ന് നോക്കിയിട്ടൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ തേന് വാങ്ങാൻ പറഞ്ഞവർക്കും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചികിത്സയ്ക്ക് വൈദ്യമരുന്നുകൾക്കൊക്കെ അങ്ങനെയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ഒറിജിനൽ തേൻ തന്നെയാണ് നിർബന്ധമുള്ള ആൾക്കാരുണ്ടാവും. പറയാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഇതേപോലെ നമ്മളിപ്പോൾ മായമൊന്നും ചേർക്കാത്തതാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നാലും ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് കാണും, തേനിൽ എന്തെങ്കിലും മായം ചേർക്കാൻ പറ്റുമെന്ന്. എനിക്കറിയില്ല വെള്ളം ചേർക്കുമോ എന്ത് മായം ചേർക്കുമെന്ന്. പക്ഷേ ഞാനങ്ങനെ ഇതുവരെ കൊടുത്തിട്ടില്ല. നമ്മളെല്ലാം ഡയറക്റ്റ് എടുക്കുന്നു, കൊടുക്കുന്നു. ഇതൊരു മുളയിരിക്കുന്ന കൂടാണ്. ഇത് ഓരോ തേനീച്ചകൾക്ക് ഓരോ ഇനമുണ്ട് കേട്ടോ. ഇത് പന്നിമുക്ക എന്ന് പറഞ്ഞിട്ടൊരു ഇനമാണ്. എനിക്കിവിടെ കൂടുതലിരിക്കുന്ന അതാണ്. ഇതിൻ്റെ ഇത് 2 കൂടെ അടുത്തടുത്തിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ എൻട്രൻസ് ഇപ്പുറത്തോട്ടും ഈ തടി ബോക്സിൻ്റെ എൻട്രൻസ് അപ്പുറത്തോട്ടാണ് വെച്ചത്. ഈ സൈഡ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് കാണുന്നുണ്ടോ? ഇനി ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. ഇവരെ എൻട്രൻസ് ഇവിടെ ആയിരുന്നു. ഈ കൂടിൻ്റെ
പക്ഷെ ഇവർ കയറുന്നത് ഇപ്പം എൻ്റെ മേളിൽ കൂടെയാണ് കേട്ടോ. മേൽപ്പലകയുണ്ട്, എൻട്രൻസിൻ്റെ ആ സൈഡിൽ കൂടെ കയറുന്നത്. നമ്മളെ പല ഇത് നല്ല വെയിൽ ഏൽക്കുന്ന ഒരു സ്ഥലമാണ്, അത്യാവശ്യം വെയിൽ ഉണ്ട്. അന്നേരം പല ആൾ വളയുമ്പോഴത്തേനും അവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് വഴി അവർ ഇങ്ങനെ ഇറങ്ങി കയറും. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ചെറുതാഴ്ച കൂടെ. അങ്ങനെ ഇതൊരു PVC ഒരു കഷ്ണമാണ്. 2 സൈഡിൽ 2 ചിരട്ട വെച്ചപ്പോഴത്തേനും അടച്ചപ്പോഴത്തേനും അതൊരു കൂടായി. ഇത് അവരെ എൻട്രൻസ് ഇതാണ് കേട്ടോ. ഇനി ഇതാ ഇവിടെ പറഞ്ഞിരിപ്പുണ്ട്. ഇതാണ്ട നമ്മൾ വേറെ കൂടെ ഒന്ന് അറ്റാക്ക് ചെയ്തപ്പോൾ മാസ്കിൻ്റെ വെച്ച് വെറുതായിട്ടൊന്ന് മറച്ചു വെച്ചതാണിത്. ഇതേണ്ട ഇതകത്ത് 2 അറയാണ്. പക്ഷെ ഇതൊരു മുകളിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക ടെക്നോളജി, പ്രത്യേക രീതിയിൽ ചെയ്യുന്ന കൂടാണ്. എൻ്റെ വിജാഗിരി വെച്ചിരിക്കുന്നുണ്ട. നമ്മൾ ഡോറ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ജനലിൻ്റെ ഒക്കെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ മുകളിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ കീച്ച പറക്കുന്നുണ്ട് കേട്ടോ.